Hi guys, welcome back to the third part of the story, The Scholarship Jacket, written by Martha Salinas. Martha Salinas എഴുതിയ The Scholarship Jacket എന്ന സ്റ്റോറിയുടെ തേർഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് 2 വീഡിയോസ് കാണാത്തവർ ആ വീഡിയോ കണ്ട ശേഷം ഈ വീഡിയോ കാണുക. He waited for me to speak. I cleared my throat nervously and I clasped my hands behind my back so he wouldn't see them shaking. Grandpa, I have a big favor to ask you, I said in Spanish, the only language he knew. ഞാൻ സംസാരിക്കണ വരെ അദ്ദേഹം എന്നെ വെയിറ്റ് ചെയ്തു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. I cleared my throat nervously. ഞാൻ എൻ്റെ ത്രോട്ട് കുറച്ച് ടെൻഷനോട് കൂടി ക്ലിയർ ചെയ്തു. And I clasped my hands behind my back. ഞാൻ എൻ്റെ കൈകൾ പുറകുവശത്ത്, clasped means ക്രോസ് ചെയ്ത് പിടിച്ചു. ഞാൻ എൻ്റെ കൈകൾ രണ്ടും പുറകിലോട്ടായിട്ട് മുറുക്കി കോർത്ത് പിടിച്ചു. എൻ്റെ ടെൻഷൻ കാരണം ആ കൈകളുടെ ഷെയ്ക്കിംഗ്, വിറയൽ മുത്തശ്ശൻ കാണാതിരിക്കാൻ വേണ്ടി. ഗ്രാൻഡ്പാ, ഐ ഹാവ് എ ബിഗ് ഫേവർ ടു ആസ്ക് യു. മുത്തശ്ശ, എനിക്ക് മുത്തശ്ശനോട് വലിയൊരു സഹായം ചോദിക്കാനുണ്ട്. ഐ സെഡ് ഇൻ സ്പാനിഷ്, ദ ഓൺലി ലാംഗ്വേജ് ഹി ന്യൂ. ഈ കാര്യം ഞാൻ മുത്തശ്ശനോട് സ്പാനിഷ് ഭാഷയിലാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരേ ഒരു ഭാഷയായ സ്പാനിഷ് ലാംഗ്വേജ്. ഹി സ്റ്റിൽ വെയിറ്റഡ് സൈലന്റ്ലി. I tried again. Grandpa, this year the principal said the scholarship jacket is not going to be free. It's going to cost $15 and I have to take the money in tomorrow. Otherwise, it will be given to someone else. അദ്ദേഹം ഒന്നും തന്നെ ഉരിയാടാതെ ശാന്തമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ജോലി തുടരുകയായിരുന്നു. I tried again. ഞാൻ വീണ്ടും പറഞ്ഞു. Grandpa, this year the principal said the scholarship jacket is not going to be free. Scholarship jacket ഈ വർഷം ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നതെന്ന് പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗോയിങ് ടു കോസ്റ്റ് $15. അതിന് $15 ചിലവാകും. ആൻഡ് ഐ ഹാവ് ടു ടേക്ക് ദ മണി ഇൻ ടുമോറോ. എനിക്ക് നാളെ തന്നെ ക്യാഷ് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതർവൈസ് ഇറ്റ് വിൽ ബി ഗിവൺ ടു സമ്മൺ എൽസ്. അങ്ങനെയല്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നതായിരിക്കും. ദ ലാസ്റ്റ് വേർഡ്സ് കെയിം ഔട്ട് ഇൻ എൻ ഈഗർ റഷ്. അവസാനം പറഞ്ഞ കാര്യം, ഞാൻ നാളെ $15 കൊണ്ടുപോയിട്ടില്ലെങ്കിൽ സ്കോളർഷിപ്പ് ജാക്കറ്റ് മറ്റൊരാൾക്ക് കൊടുക്കും എന്നുള്ള ആ വേർഡ്സ് ഭയങ്കര റഷിംഗ് ആയിട്ട് വളരെയധികം സ്പീഡിലാണ് ഞാൻ പറഞ്ഞത്. ഗ്രാൻഡ്പാ സ്ട്രെയിറ്റൻഡ് അപ്പ് ടയേർഡ്ലി ആൻഡ് ലീൻഡ് ഹിസ് ചിൻ ഓൺ ദ ഹൗ ഹാൻഡിൽ. താഴെ ഇരുന്ന് ജോലി ചെയ്യുകയായിരുന്ന ഗ്രാൻഡ്പാ എഴുന്നേറ്റ് നിന്നു. ഹി വാസ് ടയേർഡ്. അദ്ദേഹം ക്ഷീണിതനായിരുന്നു. അദ്ദേഹം തൻ്റെ ചിൻ, തൻ്റെ താടി ആ ഹൗ ഹാൻഡിൽ, ആ കൈക്കോട്ടിൻ്റെ ഹാൻഡിലിൻ്റെ മുകളിൽ താങ്ങി വെച്ചുകൊണ്ട് അവിടെ നിന്നു. He looked out over the field that was filled with the tiny green bean plants. I waited desperately, hoping he would say I could have the money. He turned to me and asked quietly, what does a scholarship jacket mean? അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന മുത്തശ്ശൻ ചെറിയ ഗ്രീൻ ബീൻസ് പ്ലാന്റ്സ് ഉള്ള ആ പാടത്തിലോട്ട് നോക്കിക്കൊണ്ടേ നിന്നു. I waited desperately, hoping he would say I could have the money. ഞാൻ വളരെയധികം നിരാശയോടുകൂടി കാത്തു നിന്നു. അദ്ദേഹം എന്തു പറയുന്ന പ്രതീക്ഷയിൽ എനിക്ക് ആ ക്യാഷ് ലഭിക്കും, എനിക്ക് ആ ക്യാഷ് തരാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാതോർത്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നു. ഹി ടേൺ ടു മീ ആൻഡ് ആസ്ക്ഡ് ക്വയറ്റ്ലി. എൻ്റെ നേരെ തിരിഞ്ഞ് മുത്തശ്ശൻ എന്നോട് ചോദിച്ചു, വാട്ട് ഡസ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ് മീൻ? സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നായിരുന്നു മുത്തശ്ശന്റെ ചോദ്യം. ഐ ആൻസേർഡ് ക്വിക്ലി, മേ ബി ദർ വാസ് എ ചാൻസ്. It means you have earned it by having the highest grades for 8 years and that's why they are giving it to you. Too late, I realized the significance of my words. പെട്ടെന്ന് തന്നെ ഞാൻ മറുപടി പറഞ്ഞു. Because there was a chance. കാരണം പെട്ടെന്ന് ആ മറുപടി കൊടുക്കുമ്പോൾ എനിക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു ആ ക്യാഷ് ലഭിക്കാനായിട്ട്. It means you have earned it by having the highest grades for 8 years. 8 വർഷമായിട്ട് ഏറ്റവും മികച്ച ഗ്രേഡ്സ് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ലഭിക്കുന്നതാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. ആൻഡ് ദാറ്റ്സ് വൈ ദേ ആർ ഗിവിങ് ഇറ്റ് ടു യു. അതുകൊണ്ടാണ് അവർ ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുന്നത്. ടു ലേറ്റ്, ഐ റിയലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈ വേർഡ്സ്. കുറച്ച് വൈകിയാണ് ഞാൻ പറഞ്ഞ വാക്കുകളുടെ പ്രാധാന്യം, അതിനെക്കുറിച്ച് ഞാൻ തിരിച്ചറിയുന്നത്. Grandpa knew that I understood it was not a matter of money. It wasn't that. He went back to hoeing the weeds that sprang up between the delicate little bean plants. മുത്തശ്ശൻ അറിയാമായിരുന്നു, എനിക്ക് മനസ്സിലായി, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മണി. പണമല്ല ഇവിടെ പ്രശ്നം.
എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് മുത്തശ്ശൻ അറിയാമായിരുന്നു. ഇറ്റ് വാസ് ഇൻ ദാറ്റ്, ക്യാഷ് അല്ല വിഷയം. ഹി വെൻ ബാക്ക് ടു ഹോയിങ് ദ വീഡ്സ്. അദ്ദേഹം തൻ്റെ മൺവെട്ടി എടുത്തുകൊണ്ട് പോകുന്നു. ടു പ്ലഗ് ദ വീഡ്സ് ദാറ്റ് സ്പ്രാങ് അപ്പ് ബിറ്റ്വീൻ ദ ഡെലിക്കേറ്റ് ലിറ്റിൽ ബീൻ പ്ലാന്റ്സ്. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബീൻ പ്ലാന്റ്സിനിടയിൽ വളർന്നിട്ടുള്ള വീഡ്സ്, പാഴ്ചെടികൾ, അവയെ പറിച്ചു കളയാൻ വേണ്ടി അദ്ദേഹം തൻ്റെ കൈക്കോട്ടം എടുത്തുകൊണ്ട് പോകുന്നു. It was a time-consuming job. Sometimes the small shoots were right next to each other. Finally, he spoke again as I turned to leave, crying. വളരെയധികം സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പണിയായിരുന്നു ആ പാഴ്ചെടികൾ, ആ കുഞ്ഞു കുഞ്ഞു ലിറ്റിൽ ബീൻ പ്ലാന്റ്സിനിടയിൽ നിന്നും പറിച്ചെടുക്കുക എന്നുള്ളത്. കാരണം ചെറിയ ചെറിയ ലിറ്റിൽ പ്ലാന്റ്സിന്റെ ഷൂട്ട്സ്, അതിൻ്റെ മുളകൾ പലപ്പോഴും പൊട്ടി വരുന്നേ ഉണ്ടാവുന്നുള്ളൂ. അവിടെ നിന്നും ആ പാഴ്ചെടികളെ പറിച്ചെടുക്കൽ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഫൈനലി ഹി സ്പോക്ക് അഗെയിൻ ആസ് ഐ ടേൺ ടു ലീവ്, ക്രൈങ്. അവസാനം ഞാൻ കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നതിന് തൊട്ടു മുമ്പായിട്ട് മുത്തശ്ശൻ എന്നോട് സംസാരിച്ചു. Then if you pay for it, Martha, it is not a scholarship jacket. Is it? Tell your principal I will not pay the $15. മാർത്ത, നമ്മൾ ആ $15 അടയ്ക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആയിരിക്കില്ല അല്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നു. Tell your principal I will not pay the $15. ആ $15 അടയ്ക്കില്ലെന്ന് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പറയണം എന്ന് മുത്തശ്ശൻ മാർത്തയോട് പറയുന്നു. അതായത് സ്കോളർഷിപ്പ് ജാക്കറ്റ് ഒരിക്കലും ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു സാധനമല്ല. അതൊരു വ്യക്തി 8 വർഷം പഠിച്ച് ഏറ്റവും മികച്ച സ്കോർ നേടുമ്പോൾ അവർ അതിന് അർഹരാവുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഏൺഡ്, ഇറ്റ് ഈസ് നോട്ട് ബോട്ട്. ഒരിക്കലും അത് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടതല്ല, ഒരാൾ ഏൺ ചെയ്യേണ്ടതാണ്. അവരുടെ അധ്വാനം കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടും ഒക്കെ അവർ നേടിയെടുക്കുന്ന ഒരു സമ്മാനമാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. അതൊരിക്കലും കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടതല്ല എന്ന് മാർത്തയ്ക്കും അതുപോലെ തന്നെ മുത്തശ്ശനും രണ്ടുപേർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടൊരിക്കലും മുത്തശ്ശൻ കാശ് കൊടുക്കില്ല എന്ന് മാർത്തയോട് പറയുന്നു. I walked back to the house and locked myself in the bathroom for a long time. I was angry with grandfather, even though I knew he was right. And I was angry with the board, whoever they were. Why did they have to change the rules just when it was my turn to win the jacket? ഞാൻ ആ പാടത്തു നിന്നും വീട്ടിലോട്ട് നടന്നുപോയി. ലോക്ക്ഡ് മൈസെൽഫ് ഇൻ ദ ബാത്റൂം ഫോർ എ ലോങ് ടൈം. ഒരുപാട് സമയം ഞാൻ ബാത്റൂമിൽ എന്നെ തന്നെ സ്വയം ലോക്ക് ചെയ്ത് കുറേ കരഞ്ഞു. ഐ വാസ് ആംഗ്രി വിത്ത് ഗ്രാൻഡ് ഫാദർ. ഞാൻ മുത്തശ്ശനോട് ഒരുപാട് എനിക്ക് ദേഷ്യം തോന്നി. ഈവൻ ദോ ഐ ന്യൂ ഹി വാസ് റൈറ്റ്. മുത്തശ്ശൻ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിലും അദ്ദേഹത്തോട് എനിക്ക് ഒരുപാട് ദേഷ്യം തോന്നി. ആൻഡ് ഐ വാസ് ആംഗ്രി വിത്ത് ദ ബോർഡ്. സ്കൂളിലെ ബോർഡ് മെമ്പേഴ്സിനോടും എനിക്കൊരുപാട് ദേഷ്യം തോന്നി. ഹൂഎവർ ദേ വർ, അവർ ആര് തന്നെ ആയിരുന്നെങ്കിലും. വൈ ഡിഡ് ദേ ഹാവ് ടു ചേഞ്ച് ദ റൂൾസ് ജസ്റ്റ് വെൻ ഇറ്റ് വാസ് മൈ ടേൺ ടു വിൻ ദ ജാക്കറ്റ്? എന്തിനാണ് ഈ വർഷം ഞാൻ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടാൻ പോകുന്ന സമയത്ത് അവർ ഈ പോളിസി ചേഞ്ച് ചെയ്തത് എന്ന് മാർത്ത വീണ്ടും വീണ്ടും ചിന്തിച്ചു. ദോസ് വർ ദ ഡേയ്സ് ഓഫ് ബിലീഫ് ആൻഡ് ഇന്നസെൻസ്. ആ നാളുകൾ എന്നെ സംബന്ധിച്ച് വിശ്വാസത്തിന്റെയും നിഷ്കളങ്കതയുടെയും പ്രാർത്ഥനയുടെയും നാളുകളായിരുന്നു. ഇറ്റ് വാസ് എ വെരി സാഡ് ആൻഡ് വിഡ്രോൺ ഗേൾ ഹു ഡ്രാഗ്ഡ് ഇൻ ടു ദ പ്രിൻസിപ്പൽസ് ഓഫീസ് ദ നെക്സ്റ്റ് ഡേ. This time he did look me in the eyes. വളരെയധികം സങ്കടത്തോടുകൂടി, വെരി സാഡ് ആൻഡ് വിഡ്രോൺ, വളരെയധികം ഉൾവലിഞ്ഞ പ്രകൃതമുള്ളൊരു പെൺകുട്ടിയായിരുന്നു പ്രിൻസിപ്പൽ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് തൊട്ടടുത്ത ദിവസം. ബിക്കോസ് മാർത്ത അത്രമാത്രം സങ്കടപ്പെടുകയും നിരാശയാവുകയും ചെയ്തിരുന്നു. ദിസ് ടൈം ഹി ഡിഡ് ലുക്ക് മീ ഇൻ ദി ഐസ്. ഈ പ്രാവശ്യം പ്രിൻസിപ്പൽ എൻ്റെ കണ്ണിലോട്ട് നോക്കി. വാട്ട് ഡിഡ് യുവർ ഗ്രാൻഡ് ഫാദർ സേ? എൻ്റെ മുത്തശ്ശൻ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. I sat very straight in my chair. ഞാൻ എൻ്റെ ചെയറിൽ നിവർന്നിരുന്നു. He said to tell you he won't pay the $15. മുത്തശ്ശൻ അങ്ങയോട് പറയാൻ പറഞ്ഞു അദ്ദേഹം $15 അടയ്ക്കില്ല എന്ന്. The principal muttered something I couldn't understand under his breath and walked over to the window. He stood looking at something outside. He looked bigger than usual when he stood up. പ്രിൻസിപ്പൽ സ്വയം എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹം പറയുന്നതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് ഹി വാക്ക്ഡ് ഓവർ ടു ദ വിൻഡോ. വിൻഡോന്റെ അടുത്തോട്ട് പോകുന്നു. ഹി സ്റ്റുഡ് ലുക്കിംഗ് അറ്റ് സംതിങ് ഔട്ട്സൈഡ്. അദ്ദേഹം പുറത്തുള്ള എന്തോ നോക്കി നിൽക്കുകയാണ്. ഹി ലുക്ക്ഡ് ബിഗർ ദാൻ യൂഷ്വൽ വെൻ ഹി സ്റ്റുഡ് അപ്പ്. അദ്ദേഹം അവിടെ എഴുന്നേറ്റ് നിന്നപ്പോൾ അദ്ദേഹം സാധാരണ കാണുന്നതിലും വളരെയധികം വലിയൊരു ആളായിട്ട് എനിക്ക് തോന്നി. ഹി വാസ് എ ടാൾ
gaunt man with grey hair, and I watched the back of his head while I waited for him to speak. He was a tall, gaunt man. വളരെയധികം നീണ്ട്, ഗോണ്ട് മീൻസ് വെരി സ്ലിം, നന്നായി മെലിഞ്ഞൊരു മനുഷ്യനായിരുന്നു പ്രിൻസിപ്പൽ. വിത്ത് ഗ്രേ ഹെയർ, അദ്ദേഹത്തിന്റെ തലമുടിക്ക് ചാരനിറമായിരുന്നു. ആൻഡ് ഐ വാച്ച്ഡ് ദ ബാക്ക് ഓഫ് ഹിസ് ഹെഡ് വൈൽ ഐ വെയിറ്റഡ് ഫോർ ഹിം ടു സ്പീക്ക്. അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ നോക്കി നിൽക്കവേ അദ്ദേഹത്തിന്റെ തലയുടെ പുറകുവശം ഞാൻ കാണുന്നുണ്ടായിരുന്നു. Why? He finally asked. Your grandfather has the money. He owns a 200-acre ranch. പ്രിൻസിപ്പൽ ചോദിച്ചു, എന്തുകൊണ്ട് നിന്റെ മുത്തശ്ശൻ ആ $15 പേ ചെയ്യുന്നില്ല? Your grandfather has the money. നിന്റെ ഗ്രാൻഡ്ഫാദറിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്. He owns a 200-acre ranch. അദ്ദേഹത്തിന് 200 acres 200ഓളം ഏക്കർ റാഞ്ച് ഉണ്ട്. റാഞ്ച് മീൻസ് തോട്ടം. എന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം ക്യാഷ് അടയ്ക്കാത്തത് എന്നായിരുന്നു പ്രിൻസിപ്പലിന്റെ ചോദ്യം. I looked at him, forcing my eyes to stay dry. I know, sir, but he said if I had to pay for it, then it wouldn't be a scholarship jacket. I stood up to leave. I guess you will just have to give it to Joanne. I hadn't meant to say that. It had just slipped out. I was almost to the door when he stopped me. Martha, wait. അദ്ദേഹത്തെ നോക്കി. ഫോഴ്സിങ് മൈ ഐസ് ടു സ്റ്റേ ഡ്രൈ. എൻ്റെ കണ്ണുകൾ ഉണങ്ങുന്നവരെ ഞാൻ അദ്ദേഹത്തെ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ തന്നെ നോക്കി. ഐ നോ സർ. മാർത്ത പറഞ്ഞു, എനിക്കറിയാം സാർ, എൻ്റെ മുത്തശ്ശന് 200 ഏക്കർ റാഞ്ച് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാഷും ഉണ്ട്. ബട്ട് ഹീ സാഡ് ഇഫ് ഐ ഹാഡ് ടു പേ ഫോർ ഇറ്റ് ദെൻ ഇറ്റ് വുഡന്റ് ബി എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവില്ല എന്നാണ് എൻ്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത്. ഐ സ്റ്റുഡ് അപ്പ് ടു ലീവ്. ഞാൻ അവിടെ നിന്നും പോവാൻ വേണ്ടി എഴുന്നേറ്റു. ഐ ഗെസ് യു വിൽ ജസ്റ്റ് ഹാവ് ടു ഗിവ് ഇറ്റ് ടു ജോവാൻ. മാർത്ത പറയുന്നു, എനിക്കറിയാം, നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് ജോവാന് കൊടുക്കണം എന്ന് മാർത്ത പറയുന്നു. ഐ ഹാഡ്ന്റ് മെന്റ് ടു സേ ദാറ്റ്. ഞാനത് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. ബട്ട് ഇറ്റ് ജസ്റ്റ് സ്ലിപ്ഡ് ഔട്ട്. പക്ഷെ അറിയാതെ എൻ്റെ വായിൽ നിന്നും അത് പുറത്തോട്ട് വന്നു പോയി. I was almost to the door when he stopped to me. Martha, wait. ഞാൻ വാതിലിന് തൊട്ടരികിലെത്തിയപ്പോൾ പ്രിൻസിപ്പൾ എന്നെ നിർത്തിച്ചിട്ട് പറഞ്ഞു, മാർത്ത, നിൽക്കൂ എന്ന് പറഞ്ഞു. I turned and looked at him, waiting. What did he want now? ഞാൻ തിരിഞ്ഞു നിന്ന് അദ്ദേഹത്തെ നോക്കി. ഇനിയും എന്താണ് അദ്ദേഹത്തിന് വേണ്ടതെന്ന് ഓർത്തുകൊണ്ട്. I could feel my heart pounding loudly in my chest. എൻ്റെ ചെസ്റ്റിൽ എൻ്റെ ഹാർട്ട് ഭയങ്കരമായിട്ട് പൗണ്ട് ചെയ്യുന്നതായിട്ടുള്ള ശബ്ദം, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഭയങ്കരമായ ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. മീൻസ് ഷീ വാസ് വെരി മച്ച് ടെൻസ്ഡ്. അവൾ നന്നായിട്ട് ടെൻസ്ഡ് ആയിരുന്നു എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സംതിങ് ബിറ്റർ ആൻഡ് വൈൽഡ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ മൈ മൗത്ത്. ഐ വാസ് അഫ്രൈഡ് ഐ വാസ് ഗോയിങ് ടു ബി സിക്ക്. വളരെയധികം ബിറ്റർ ആയിട്ടുള്ള മീൻസ് നന്നായി കയ്പുള്ള, ആൻഡ് വൈൽഡ് ടേസ്റ്റിംഗ് മീൻസ് ബാഡ് ടേസ്റ്റിംഗ് ആയിട്ടുള്ള സംതിങ് വാസ് കമ്മിങ് ഇൻ മൈ മൗത്ത്. എൻ്റെ വായിൽ എന്തോ വളരെയധികം കയ്പുള്ളതും വളരെയധികം മോശമായിട്ടുള്ളതായിട്ടുള്ളൊരു ഫീലിംഗ് എനിക്ക് അനുഭവപ്പെടാൻ വേണ്ടി തുടങ്ങി. ഐ വാസ് അഫ്രൈഡ് ഐ വാസ് ഗോയിങ് ടു ബി സിക്ക്. എനിക്കെന്തോ അസുഖം വരാൻ പോവുകയാണെന്ന് ഞാൻ ഭയപ്പെട്ടു. ഐ ഡിഡ്ന്റ് നീഡ് എനി സിമ്പതി സ്പീച്ചസ്. യാതൊരു തരത്തിലുള്ള സഹതാപം നിറഞ്ഞ സ്പീച്ചസും ഞാനിപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരിൽ നിന്നും ഒരു സാന്ത്വനം, ഒരു സമാധാനം ഞാൻ കാംക്ഷിക്കുന്നില്ല. ഹി സൈഡ് ലൗഡ്ലി ആൻഡ് വെന്റ് ബാക്ക് ടു ഹിസ് ബിഗ് ഡെസ്ക്. ഒരു ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ വലിയ ഡെസ്കിനടുത്തോട്ട് ചെന്നു. ഹി വാച്ച്ഡ് മീ ബൈറ്റിംഗ് ഹിസ് ലിപ്പ്. ഓക്കെ, വി വിൽ മേക്ക് ആൻ എക്സെപ്ഷൻ ഇൻ യുവർ കേസ്. ഐ വിൽ ടെൽ ദ ബോർഡ് യു വിൽ ഗെറ്റ് യുവർ ജാക്കറ്റ്. അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ടിരുന്നു. ബൈറ്റിംഗ് ഹിസ് ലിപ്സ്, അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട്. മീൻസ് ഹി വാസ് ഓൾസോ വെരി മച്ച് ടെൻസ്ഡ്. പ്രിൻസിപ്പളും അങ്ങേയറ്റം ടെൻസ്ഡ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, വി വിൽ മേക്ക് ആൻ എക്സെപ്ഷൻ ഇൻ യുവർ കേസ്. നിന്റെ കേസിൽ നമുക്കൊരു എക്സെപ്ഷൻ വരുത്താം. എക്സെപ്ഷൻ മീൻസ് ഇവിടെ ഒഴിവാക്കാം, മാറ്റി നിർത്താം എന്നൊക്കെയുള്ള അർത്ഥം. അതായത് ഈ വർഷം ബോർഡ് എടുത്തിട്ടുള്ള തീരുമാനം തൽക്കാലം നിന്റെ കേസിൽ ഒഴിവാക്കിയേക്കാം എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. ഐ വിൽ ടെൽ ദ ബോർഡ് യു വിൽ ഗെറ്റ് യുവർ ജാക്കറ്റ്. ഞാൻ ബോർഡുമായി സംസാരിക്കാം, നിനക്ക് നിന്റെ സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കും എന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ഐ കുഡ് ഹാർഡ്ലി ബിലീവ് മൈ ഇയേഴ്സ്. ഐ സ്പോക്ക് ഇൻ എ ട്രംബ്ലിംഗ് ബ്രഷ്. ഓ, താങ്ക് യു സർ. സഡൻലി ഐ ഫെൽറ്റ് ഗ്രേറ്റ്. എനിക്ക് എന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. ഐ സ്പോക്ക് ഇൻ എ ട്രംബ്ലിംഗ് റഷ്. ഓ, താങ്ക് യു സർ. ഞാൻ ചെറിയൊരു വിറയലോടുകൂടി അദ്ദേഹത്തോട് പറഞ്ഞു, താങ്ക് യു സർ. സഡൻലി ഐ ഫെൽറ്റ് ഗ്രേറ്റ്. പെട്ടെന്ന് തന്നെ എനിക്ക് എന്തെന്നില്ലാത്തൊരു അനുഭൂതി
ഫീൽ ചെയ്യുന്നു. ഐ ഡിഡ്ന്റ് നോ അബൌട്ട് അഡ്രിനാലിൻ ഇൻ ദോസ് ഡേയ്സ്. ആ ദിവസങ്ങളിൽ എനിക്ക് അഡ്രിനാലിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ബട്ട് ഐ ന്യൂ സംതിങ് വാസ് പമ്പിങ് ത്രൂ മീ. പക്ഷെ എനിക്കറിയാമായിരുന്നു എന്നിലൂടെ എന്തോ ഒന്ന് ശക്തമായി പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ദ ബ്ലഡ് ഫ്ലോ, ഷീ കുഡ് ഫീൽ ദാറ്റ്, മേക്കിംഗ് മീ ഫീൽ ആസ് ടോൾ ആസ് ദ സ്കൈ. ഞാൻ ആകാശത്തോളം ഉയരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഐ വാണ്ടഡ് ടു യെൽ, ജംപ്, റൺ ദ മൈൽ, ഡു സംതിങ്. ഉച്ചത്തിൽ കൂക്കി വിളിക്കാനും തുള്ളിച്ചാടാനും ഓടാനും ഒരുപാട് ദൂരം ഓടാനും ഒക്കെ തോന്നി. മാർത്തയ്ക്കുണ്ടായിരുന്ന എക്സ്റ്റസിയാണ് പറയുന്നത്. കാരണം ഒരിക്കലും സ്കോളർഷിപ്പ് ജാക്കറ്റ് എനിക്ക് കിട്ടുമെന്ന് അവൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവളുടെ മാനസികാവസ്ഥ കണ്ടപ്പോൾ പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റുകയായിരുന്നു. ഐ റാൻ ഔട്ട് സോ ഐ കുഡ് ക്രൈ ഇൻ ദ ഹാൾ വേർ ദർ വാസ് നോ വൺ ടു സീ മീ. ഞാൻ അവിടെ നിന്നും പുറത്തേക്ക് ഓടി. കാരണം ഹാളിലെത്തിയാൽ എനിക്ക് അവിടെ വെച്ച് ആരും കാണാതെ ഒരുപാട് കരയാമായിരുന്നു. At the end of the day, Mr. Shimt winked at me and said, I hear you are getting the scholarship jacket this year. അന്ന് അവസാനം ഞാൻ എൻ്റെ സാറായ മിസ്റ്റർ ഷിംറ്റിനെ കണ്ടു. അദ്ദേഹം എന്നോട് കണ്ണിറുക്കി കാണിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ കേട്ടു ഈ വർഷം നിനക്കാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കുന്നതെന്ന്. His face looked as happy and innocent as a baby's, but I knew better. Without answering, I gave him a quick hug and ran to the bus. അദ്ദേഹത്തിന്റെ ഫേസ്, മിസ്റ്റർ ഷിംറ്റ് എന്ന എൻ്റെ അധ്യാപകന്റെ ഫേസ് വളരെയധികം ഹാപ്പി ആയിരുന്നു. ആൻഡ് ഇന്നസെന്റ് ആസ് എ ബേബീസ്, ഒരു കൊച്ചു കുഞ്ഞിന്റെ മുഖം പോലെ അദ്ദേഹത്തിന്റെ മുഖം വളരെയധികം നിഷ്കളങ്കമായിരുന്നു. ബട്ട് ഐ ന്യൂ ബെറ്റർ, കാരണം അദ്ദേഹത്തെ എനിക്ക് അത്രയും അറിയാമായിരുന്നു. വിതൗട്ട് ആൻസറിങ് ഐ ഗേവ് ഹിം എ ക്വിക്ക് ഹഗ്. അദ്ദേഹത്തോട് മറുപടി പറയാതെ ഞാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തിനൊരു പെട്ടെന്ന് തന്നെ ഒരു ആലിംഗനം ചെയ്തു അദ്ദേഹത്തെ. ആൻഡ് റാൻ ടു ദ ബസ്. എന്നിട്ട് ഞാൻ ബസ്സിലോട്ട് ഓടിപ്പോയി. I cried on the way home again. ഞാൻ വീണ്ടും വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് കരഞ്ഞു. ബട്ട് ദിസ് ടൈം ബിക്കോസ് ഐ വാസ് സോ ഹാപ്പി. പക്ഷെ ഈ പ്രാവശ്യം സങ്കടം കൊണ്ടായിരുന്നില്ല, എൻ്റെ സന്തോഷം കാരണം, ഒരുപാട് സന്തോഷം കാരണം എനിക്ക് കരച്ചിലടക്കാൻ സാധിച്ചില്ല. ഐ കുഡ്ന്റ് വെയിറ്റ് ടു ടെൽ ഗ്രാൻഡ്പാ ആൻഡ് റാൻ സ്ട്രേറ്റ് ടു ദ ഫീൽഡ്. ഈ കാര്യങ്ങൾ മുത്തശ്ശനോട് പറയാതിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഞാൻ നേരെ ഫീൽഡിലോട്ട് ഓടിച്ചെന്നു. ഐ ജോയിൻഡ് ഹിം ഇൻ ദ റോ where he was working, and without saying anything I crouched down and started pulling up the weeds with my hands. മുത്തശ്ശൻ ജോലി ചെയ്തിരുന്ന പാടത്തോട്ട് ഓടിച്ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നുകൊണ്ട് ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് പാഴ്ചെടികൾ പറിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങി. Grandpa worked alongside me for a few minutes and he didn't ask what had happened. കുറെ സമയം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തെങ്കിലും അദ്ദേഹം എന്നോട് ഒരിക്കൽ പോലും ചോദിച്ചില്ല എന്ത് സംഭവിച്ചു എന്ന്. After I had a little pile of weeds between the rows, I stood up and faced him. അങ്ങനെ ഒരട്ടി പാഴ്ചെടികൾ പറിച്ച ശേഷം ഞാൻ അദ്ദേഹത്തെ ഫേസ് ചെയ്തു. Principal said he is making an exception for me, Grandpa, and I am getting the jacket after all. That is after I told him what you said. മാർത്ത മുത്തശ്ശനോട് പറഞ്ഞു, മുത്തശ്ശ, ഈ വർഷം ഒരു മാറ്റം വരുത്താമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. എനിക്ക് തന്നെ സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കും. മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പ്രിൻസിപ്പലിന്റെ അടുത്ത് പറഞ്ഞതിനെ തുടർന്നാണ് എനിക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കുന്നതെന്ന് മാർത്ത പറഞ്ഞു. Grandpa didn't say anything. He just gave me a pat on the shoulder and a smile. മുത്തശ്ശൻ എൻ്റെ ഷോൾഡറിൽ ചെറുതായിട്ടൊന്ന് തട്ടി അദ്ദേഹം എൻ്റെ അടുത്ത് ചിരിച്ചു. He pulled out the crumpled red handkerchief that he always carried in his back pocket and wiped the sweat of his forehead. അദ്ദേഹം തന്റെ ബാക്ക് പോക്കറ്റിൽ ഇട്ട് വെച്ചിരുന്ന ചുരുണ്ട ഹാങ്കർചീഫ്, ക്രംപിൾഡായ ഹാങ്കർചീഫ് എടുത്തിട്ട് തന്റെ നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. ബെറ്റർ ഗോ സീ ഇഫ് യുവർ ഗ്രാൻഡ് മദർ നീഡ്സ് എനി ഹെൽപ്പ് വിത്ത് സപ്പർ. നീ വേഗം മുത്തശ്ശിയെ പോയി കാണൂ. രാത്രിത്തേക്കുള്ള അത്താഴത്തിന് ചിലപ്പോൾ മുത്തശ്ശിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ടാവും എന്ന് പറഞ്ഞു. ഐ ഗേവ് ഹിം എ ബിഗ് ഗ്രിൻ. ഹി ഡിഡ്ന്റ് ഫൂൾ മീ. ഐ സ്കിപ്ഡ് ആൻഡ് റാൻ ബാക്ക് ടു ദ ഹൗസ് വിസ്ലിംഗ് സം സില്ലി ട്യൂൺ. അദ്ദേഹത്തോട് ഞാൻ പല്ലിളിച്ച് കാണിച്ചു. ഹി ഡിഡ്ന്റ് ഫൂൾ മീ. അദ്ദേഹം എന്നെ കളിയാക്കിയില്ല. I skipped and ran back to the house whistling some silly tune. ഏതോ ഒരു പാട്ട് മൂളിക്കൊണ്ട് ഞാൻ തുള്ളിച്ചാടിയാണ് വീട്ടിലോട്ട് ഓടിപ്പോയത്. ബിക്കോസ് മാർത്ത വാസ് ദാറ്റ് മച്ച് ഹാപ്പി. എല്ലാവർക്കും ഈ കഥ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. Take care. Bye.